മോഷണക്കുറ്റം ആരോപിച്ച് 35 വയസ്സുകാരനായ യുവാവിനെ മൂവാറ്റുപുഴ പോലീസ് വീട്ടിൽ നിന്നും വലിച്ചിറക്കി ജീപ്പിലിട്ട് തല്ലിച്ചതച്ച് കിടപ്പിലാക്കിയ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇവിടെ മുറ്റത്തേക്ക് വന്ന് അവർ ചാടി ഇറങ്ങുന്നു. ചാടി ഇറങ്ങിയിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നീ കൊടുത്ത ബാറ്ററി എവിടെ നിന്ന് മോഷ്ടിക്കുമെന്ന് ചോദിച്ചു. ഒരു പോലീസുകാരൻ്റെ കൈ പിടിക്കുന്നു, ബാക്കി രണ്ടുപേര് കഴുത്തേലും പിടിക്കുന്നു. ബാക്കിയുള്ള പോലീസുകാർ കുരിച്ചു നിർത്തിയിട്ടാണ് എൻ്റെ ഈ നട്ടലിനും കഴുത്തിൻ്റെ പിൻഭാഗത്തും കൂടി അവർ ശക്തമായി 4-5 പ്രാവശ്യം അവർ മുട്ടുമടക്കി ഇടിച്ചു. ആ ഇടിയുടെ എനിക്ക് എൻ്റെ മെമ്മറി നഷ്ടപ്പെടും. ഞാൻ വാ വിട്ട് നിലവിളിക്കുന്നുണ്ട്, സാർ എന്നൊന്നും ചെയ്യരുത്, എന്തിനെ കൊണ്ടുപോകണം ഞാൻ ചോദിക്കുന്നുണ്ട്. റൈറ്റർ പോലീസുകാരൻ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുത്തിക്കൊണ്ട് എന്നെ തെറി പറയുകയും അസഭ്യം പറയുകയും നീ ഷർട്ട് പോയി മാറി നിൽക്കുമെന്ന് പറഞ്ഞ് കുറ്റവാളിയെ പോലെ എന്നെ വളരെ മോശമായ രീതിയിലാണ് പോലീസ് സ്റ്റേഷനിൽ എനിക്ക് ജീവിതത്തിൽ ആദ്യത്തെ അനുഭവം ഉണ്ടായത്. മെയിനായിട്ട് പരിക്ക് പറ്റിയിരിക്കുന്ന ഈ C1 3-4 ജോയിൻ്റ് ഉണ്ട് നട്ടലിൻ്റെ, ആ ഭാഗത്താണ് ഷേക്ക് പറ്റിയിരിക്കുന്നത്, അവിടെയാണ് ചതവുള്ളത്. നിലവിൽ പൊട്ടൽ സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമാണ് ഡോക്ടർ പറഞ്ഞുള്ളൂ. നോക്കിയ ശേഷം 5 മിനിറ്റിന് ശേഷം എന്നോട് പറഞ്ഞു, അവിടെ നിന്ന് മോഷണം പോയ സാധനം നീ കൊണ്ടു കൊടുത്തതല്ല, നീ നിന്റെ സാധനം തന്നെയാണ് കൊണ്ടു കൊടുത്തതെന്ന് അവർക്ക് ബോധ്യപ്പെട്ടെന്നു. അവരുടെ അടുത്ത് പറഞ്ഞു, നിന്റെ പേരിൽ പരാതിയൊന്നുമില്ല, ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തു, നീ കുറ്റക്കാരനല്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു, നീ അമ്മയുടെ കൂടെ വീട്ടിലേക്ക് പോക്കോളാൻ പറഞ്ഞു. നമസ്കാരം. മോഷണക്കുറ്റം ആരോപിച്ച് 35 വയസ്സുകാരനായ യുവാവിനെ മൂവാറ്റുപുഴ പോലീസ് വീട്ടിൽ നിന്നും വലിച്ചിറക്കി ജീപ്പിലിട്ട് തല്ലിച്ചതച്ച് കിടപ്പിലാക്കിയ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പെരുമ്പല്ലൂർ സ്വദേശിയായിട്ടുള്ള അമൽ ആന്റണി എന്ന 35 വയസ്സുകാരനെയാണ് മൂവാറ്റുപുഴ പോലീസ് ക്രൂരമായി തല്ലിച്ചതച്ചത്. ഈ സംഭവം നടക്കുന്നത് 12-ന് ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയിട്ടാണ്. ടൗണിലെ ഒരു ഷോപ്പിൽ അവിടെ ഉണ്ടായിരുന്ന ബാറ്ററി മോഷണം പോയതിനെ തുടർന്ന് അന്വേഷിച്ചെത്തിയതായിരുന്നു പോലീസ് ചില CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ അമൽ ആന്റണി ഒരു ബാറ്ററിയുമായി പോകുന്നതും ഒരു കടയിൽ വിൽപ്പന നടത്തിയതുമായിട്ടുള്ള വിവരം അറിഞ്ഞു. തുടർന്ന് പോലീസ് അത് അന്വേഷിച്ച് എത്തിയാണ് അറസ്റ്റ് ചെയ്തത്. പിന്നീടാണ് മനസ്സിലായത് അമൽ ആന്റണിയുടെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന 10 വർഷം പഴക്കമുള്ള ബാറ്ററിയായിരുന്നു വിൽപ്പന നടത്തിയതെന്ന്. ഈ മോഷണം പോയി എന്ന് പറഞ്ഞ കടയിലെ ബാറ്ററിയുടെ പഴക്കം 2 വർഷം മാത്രമായിരുന്നു. ഈ മർദ്ദിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയതിന് ശേഷം പിന്നീടാണ് പോലീസിന് തങ്ങൾക്ക് അബദ്ധം പറ്റിയെന്ന് മനസ്സിലായത്. പിന്നീട് അവർ അത് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. എന്താണ് അന്ന് സംഭവിച്ചതെന്ന് നമുക്ക് അമൽ ആന്റണിയോട് ചോദിക്കാം. 10 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇൻവെർട്ടറിൻ്റെ ബാറ്ററി കംപ്ലൈൻ്റ് ആയി. ആ സാധനം ഞാൻ രാവിലെ മാതാപിതാക്കളും മുമ്പാകെ വാഹനത്തിൽ കയറ്റി ഞാൻ വർക്കിന് പോകുമ്പോൾ മോറ്റടയിലുള്ള PO ജംഗ്ഷനിലുള്ള ആക്രക്കടയിൽ കൊടുത്ത് നമുക്ക് പൈസ തന്നിട്ട് നമ്മൾ തുടർ വർക്കിനായിട്ട് പോയി. ഏകദേശം 1 മണി ആയപ്പോഴത്തേക്കും തിരിച്ച് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. പുറത്ത് ഒരാൾ വന്നിട്ടുണ്ടെന്ന് ചോദിച്ചു. അമലിനെ കാണാനാണെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് ചോദിച്ചു, അമൽ ആന്റണി അല്ലേ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. നിനക്ക് എന്താ ജോലി എന്ന് ചോദിച്ചു. ഞാൻ ഇലക്ട്രിക് വർക്കാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, വണ്ടി ആരുടെയെന്ന് ചോദിച്ചു. വണ്ടി കാണിച്ചു തന്നിട്ട് അത് എൻ്റെ സ്കൂട്ടറാണെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് ചോദിച്ചു, നീ ഒരു ബാറ്ററി കൊണ്ടു കൊടുത്തോ എന്ന് ചോദിച്ചു. ഞാൻ രാവിലെ എൻ്റെ സ്വന്തം ഇൻവെർട്ടറിൻ്റെ ബാറ്ററി 10 വർഷമായിട്ടുള്ള ചാർജിലാണ്ട് വന്നപ്പോൾ ഞാൻ കടയിൽ കൊണ്ടു കൊടുത്തു, എനിക്ക് പൈസ കിട്ടി, ഞാൻ അന്ന് പറയും. പിന്നെ വേറെ ഒന്നും ചോദിക്കുന്നില്ല. പിന്നെ പെട്ടെന്ന് ഇവർ ആ വന്നയാൾ ആരാന്നോ എവിടുന്നാന്ന് വന്നതെന്നോ ഒന്നും വെളിപ്പെടുത്താണ്ട് എന്നെ വളരെ ആക്രോശിച്ചുകൊണ്ട് എൻ്റെ കൈ കയറി പിടിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, നീ കൊടുത്ത സാധനം ബാറ്ററി എവിടുന്ന് മോഷ്ടിച്ചു, സത്യം പറയുമെന്ന് പറഞ്ഞ് എന്നെ ബലക്കാരമായി റോഡിന് മുറ്റത്തേക്ക് എന്നെ വലിച്ചിഴയ്ക്കുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണ്, എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊന്നും പറയാൻ സമ്മതിക്കുന്നില്ല, എന്നെ ബലമായിട്ട് പിടിച്ചു നിർത്തുകയാണ്. ആ സമയത്താണ് ഒരു പോലീസ് വാഹനം അവിടെ നിന്ന് സ്ലോയിൽ വരുവാണ്. മോറ്റോ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എഴുതിയിട്ടുണ്ട് അതിൻ്റെ അകത്ത്. ഇവിടെ മുറ്റത്തേക്ക് വന്ന് അവർ ചാടി ഇറങ്ങുന്നു. ചാടി ഇറങ്ങിയിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നീ കൊടുത്ത ബാറ്ററി എവിടെ നിന്ന് മോഷ്ടിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ ഞാൻ പൊണ്ടി കൊടുത്താണ്. അപ്പോഴത്തേക്കും ഇവിടെ എന്നെ വലിച്ച് ചാടിച്ചിട്ട് നിന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചു, സാറേ ഞാൻ വരില്ല, എന്താ കാര്യം എന്ന് പറഞ്ഞു, എന്താ പരാതി. ഞാൻ ഇപ്പോൾ ജെനുവിനായിട്ട് സംഭവമാണ് ഞാൻ ചെയ്തത്. ആ നിമിഷം വരെ 5 പേരുണ്ട്. ഒരാൾ മഫ്തിയിലും 5 പോലീസുകാരാണ് പോലീസ് വേഷത്തിൽ വന്നത്. 2 പേര് കഴുത്തേലും 2 പേര് കയ്യിലും പിടിച്ചാണ് എന്നെ വലിച്ചിഴയ്ക്കുന്നത്. അപ്പോൾ അവനെ ചെരുപ്പിടാതെ തന്നെ 20 മീറ്ററോളം ടാറ്റർ റോഡിൽ വലിച്ചഴിച്ചു. ഇടത് കാലിൽ വളരെ ഇഞ്ചുറി ആയിട്ട് മുറിവ് വന്നു, ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കണം. അതിനുശേഷം എന്നെ പോലീസുകാർ 5 പേരും കൂടി ബാക്കിൽ സീറ്റിലേക്ക് വളരെ മൃഗീയമായി തള്ളി വിടുവാണ്. ഒരു പോലീസുകാരൻ്റെ കൈ പിടിക്കുന്നു, ബാക്കി 2 പേര് കഴുത്തേലും പിടിക്കുന്നു. ബാക്കിയുള്ള പോലീസുകാർ കുരിച്ചു നിർത്തിയിട്ടാണ് എൻ്റെ ഈ നട്ടലിനും കഴുത്തിൻ്റെ പിൻഭാഗത്തും കൂടി അവർ ശക്തമായി 4-5 പ്രാവശ്യം അവർ മുട്ടുമടക്കി ഇടിച്ചു. ആ ഇടിയുടെ എനിക്ക് എൻ്റെ മെമ്മറി നഷ്ടപ്പെടും. ഞാൻ വാ വിട്ട് നിലവിളിക്കുന്നുണ്ട്, സാർ എന്നൊന്നും ചെയ്യരുത്, എന്തിനെ കൊണ്ടുപോകണം ഞാൻ ചോദിക്കുന്നുണ്ട്. മോറ്റോ പോലീസിലെ അകത്തേക്ക് സ്റ്റേഷനുള്ളിലേക്ക് ഒരു റൂമിലേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ ഒരു റൈറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി നിൽക്കാൻ എന്നെ ആവശ്യപ്പെട്ടു. എന്നിട്ട് എന്നെ ഷർട്ട് പോയി മാറി നിൽക്കാൻ പറഞ്ഞു. അവിടുത്തെ റൈറ്റർ പോലീസുകാരൻ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുത്തിക്കൊണ്ട് എന്നെ തെറി പറയുകയും അസഭ്യം പറയുകയും നീ ഷർട്ട് പോയി മാറി നിൽക്കുമെന്ന് പറഞ്ഞ് കുറ്റവാളിയെ പോലെ എന്നെ വളരെ മോശമായ രീതിയിലാണ് പോലീസ് സ്റ്റേഷനിൽ എനിക്ക് ജീവിതത്തിൽ ആദ്യത്തെ അനുഭവം ഉണ്ടായത്. അതിനുശേഷം മോറ്റോ തോംസൺ വുഡ്വേഴ്സിലെ 2 ജീവനക്കാർ എനിക്ക് മുൻപരിചയമുണ്ട്. അവർ വന്ന് ഒരു പേപ്പറായിട്ട് വന്നു. അപ്പോൾ അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ മോഷണം പോയിട്ടൊന്നും ഞാൻ ബാറ്ററി കൊണ്ടു കൊടുത്തത് അത്
ആ ബാറ്ററി എന്ന് തെറ്റിദ്ധരിച്ചാണ് അവർ കസ്റ്റഡിയിൽ എടുത്തെന്ന കാര്യം അപ്പോഴാണ് എൻ്റെ അടുത്ത് മനസ്സിലാവുന്നത്. അവരുടെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ടായിരുന്നു ബില്ലിൻ്റെ. അപ്പോൾ ആ ബില്ല് വെച്ച് അവർ ബാറ്ററി നോക്കിയ ശേഷം 5 മിനിറ്റിന് ശേഷം എന്നോട് പറഞ്ഞു, അവിടെ നിന്ന് മോഷണം പോയ സാധനം നീ കൊണ്ടു കൊടുത്തതല്ല, നീ നിൻ്റെ സാധനം തന്നെയാണ് കൊണ്ടു കൊടുത്തതെന്ന് അവർക്ക് ബോധ്യപ്പെട്ടെന്നു. അവരുടെ അടുത്ത് പറഞ്ഞു, മോഷണം പോയ സാധനം 2023 മോഡൽ സാധനവും നമ്മൾ കൊണ്ടു കൊടുത്തത് 10 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന എൻ്റെ സ്വന്തം സാധനമാണ്. അത് ബോധ്യപ്പെട്ടപ്പോൾ പോലീസുകാരും അവർ പറഞ്ഞു, പോലീസുകാർ പിന്നെ ഒന്നും സംസാരിക്കുന്നില്ല. അവർ പറഞ്ഞു, നിന്റെ പേരിൽ പരാതിയൊന്നുമില്ല, ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തും, നീ കുറ്റക്കാരനല്ലാന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടും, നീ അമ്മയുടെ കൂടെ വീട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. അങ്ങോട്ട് ഇങ്ങോട്ട് കഴുത്ത് വെട്ടിക്കാനോ തിരിയാനോ ഒന്നും വേദനയുണ്ട്. എനിക്ക് സമൃദ്ധ ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ ഡോക്ടറെ കണ്ട് ഡോക്ടറെ അടുത്ത് കാര്യം പറഞ്ഞു. ഞാൻ ഇങ്ങനെ പോലീസെ കസ്റ്റഡിയിൽ എടുത്ത് ഇന്നലെ എന്നെ ഉപദ്രവിച്ചിരുന്നു, എനിക്കിപ്പോൾ നടക്കാനും ഇങ്ങനെ വേദനയില്ല. ആദ്യം തന്നെ പറഞ്ഞു, പോലീസുകാർ മർമ്മഭാഗത്താണ് അവരുടെ ഇടി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പുറമെ നോക്കി MRI എടുക്കാണ്ട് നമുക്ക് പെട്ടെന്ന് ചതവ് പുറമെ കാണാൻ പറ്റില്ല, എനിക്ക് വേദന സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഡോക്ടർ ഷർട്ട് ഊരി എന്നെ വിശദമായിട്ട് പരിശോധിച്ചിട്ട് പറഞ്ഞു, ചതവുണ്ട് നല്ല രീതിയിൽ, എത്രയും പെട്ടെന്ന് പോലീസ് കേസ് ആയതുകൊണ്ട് നിങ്ങൾ നാളെ രാവിലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണാൻ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ എൻ്റെ മാതാവിൻ്റെ കൂടെ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ ചീട്ടെടുത്ത് അവിടുത്തെ കാഷ്വാലിറ്റിയിൽ ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് തയ്യാറാക്കി പോലീസിലേക്ക് ഇൻറ്റിമേഷൻ വിടാമെന്ന് പറഞ്ഞു. വിശദമായിട്ട് പരിശോധിച്ച് ഡോക്ടർ മോറ്റോ പോലീസ് സ്റ്റേഷനിലേക്ക് നടന്ന സംഭവം ഡേറ്റും തീയതിയും വെച്ച് ഇൻറ്റിമേഷൻ വിട്ടു. മെയിനായിട്ട് പരിക്ക് പറ്റിയിരിക്കുന്ന ഈ C1 3-4 ജോയിൻ്റ് ഉണ്ട് നട്ടലിൻ്റെ, ആ ഭാഗത്താണ് ഷെയ്ക്ക് പറ്റിയിരിക്കുന്നത്, അവിടെയാണ് ചതവുള്ളത്. നിലവിൽ പൊട്ടൽ സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമേ ഡോക്ടർ പറഞ്ഞുള്ളൂ. പോലീസുകാരെ മർദ്ദിച്ചു, അവരുടെ പേരൊക്കെ അറിയാമോ? പേര് അറിയില്ലെങ്കിൽ കണ്ടാൽ എല്ലാ പോലീസുകാരും ഞാൻ തിരിച്ചറിഞ്ഞു. ഒരാളുടെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ 15 വർഷമായിട്ട് ഇലക്ട്രിക് ഫീൽഡിൽ കേരള ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ലൈസൻസ് ഉള്ള ഒരു ഇലക്ട്രീഷ്യനാണ്. നിലവിൽ 2 വർഷം ഞാൻ പ്രവാസിയായിരുന്നു. ഡോക്ടർ നിലവിൽ 2 മാസത്തേക്ക് പൂർണ്ണമായിട്ട് വിശ്രമ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പ്രതികളായ പോലീസുകാരെ മാതൃകാപരമായി ശിക്ഷിച്ച് എൻ്റെ മാനനഷ്ടത്തിന് എനിക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നാണ് നിലവിലെ എൻ്റെ ഇത്. അമലിൻ്റെ ഈ ഒരു ജോലി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ കുടുംബം ഇവിടെ ജീവിക്കുന്നത്. ഇപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമത്തിലാണ് ഇപ്പോൾ കുടുംബം ഒട്ടാകെ തന്നെ. ഇലക്ട്രീഷ്യനായിട്ട് 15 വർഷമായി ജോലി ചെയ്യുകയാണ്. ഈ ഇടിച്ച ഇടിയുടെയൊക്കെ ആഘാതം ഇനി എത്ര നാൾ ചികിത്സിച്ചാൽ മാറും അടക്കമുള്ള കാര്യങ്ങളൊക്കെ സംശയമാണ്. ഇപ്പോൾ തിരുമ്മൽ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇടി കൊണ്ട ഭാഗങ്ങളൊക്കെ ഇപ്പോൾ കിഴിവെച്ച് ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അതൊക്കെ ഭേദമായിട്ട് ഇനി എപ്പോഴാണ് ഇനി ജോലിക്ക് പോകാൻ കഴിയുന്നതെന്ന് അറിയില്ല. എന്തായാലും തക്കതായ നഷ്ടപരിഹാരം ഈ പോലീസുകാരുടെ പക്കൽ നിന്നും ഈടാക്കി അമലിന് കൊടുക്കണമെന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ കുടുംബവും പറയുന്നത്. എന്തായാലും DYSP അല്പം മുമ്പ് എത്തി ഇവിടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായ നിയമ നടപടി ഉണ്ടാകുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. മൂവാറ്റുപുഴയിൽ നിന്നും T. അഭിശങ്കറിനൊപ്പം R. പിയൂഷ്, മറുനാടൻ TV.